ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മുടെ കുറേ നാട്ടിലെ വീഡിയോസ് എല്ലാം ഫോണിൽ ഇങ്ങനെ പെൻഡിങ് കിടക്കുവാണ്. നമ്മൾ വോയിസ് ഓവർ കൊടുക്കും, പകുതി ഇടും, പിന്നെ തിരക്കൊക്കെ ആയി, പിന്നെ കുറച്ച് പാനിക് സിറ്റുവേഷനിലൊക്കെ ആയി. അപ്പം നമ്മൾ നാട്ടിലെത്തിയിട്ട് അതിന് നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ കല്യാണത്തിൻ്റെ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും വിശന്നു. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം എനർജി വേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഡ്രസ്സ് എടുക്കലെന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക് തന്നെയാണ്. പക്ഷെ നമ്മൾ അത്രയും അധികം ടൈം സ്പെൻഡ് ചെയ്യാറില്ല, എന്നാലും കുറച്ചൊക്കെ സ്പെൻഡ് ആവുമല്ലോ എല്ലാവർക്കും എടുത്ത് വരുമ്പോൾ. അപ്പം നമ്മൾ TNTയിലാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ കൊച്ചുമാണ് നമ്മുടെ സാരഥി. നമ്മൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ കൊച്ചുണ്ടെങ്കിൽ കൊച്ചു മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്യൂട്ട ആളിനെ. ഒന്നിനോടും നമ്മളോട് നോ പറയില്ല. സോ നമ്മൾ മാക്സിമം എല്ലായിടത്തും ആളെ കൂട്ടിയാണ് പോവുക കേട്ടോ. അപ്പം നല്ല ഫുഡായിരുന്നു, എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഡ്രസ്സ് എടുക്കാനാണ് പോയത്. മറിയുമ്പോൾ ആദ്യമൊക്കെ കുറച്ച് അലമ്പ് കാണിച്ചു. ഹെയ്സു പിന്നെ എവിടെ പോയാലും നമുക്ക് അൺകൺട്രോളബിളാണ്. എന്നാലും നമ്മൾ 2-3 പേർക്കൊക്കെ അവിടെ ഡ്രസ്സ് എടുത്തു. അത് കഴിഞ്ഞ് പിള്ളേർക്ക് കളിക്കാനായിട്ട് ചിന്നമ്മ പ്രോമിസ് കൊടുത്ത കാരണം നേരെ നമ്മൾ മോളിലേക്ക് പോയി കേട്ടോ. അപ്പോൾ കളിക്കാനൊന്നും ഇത്രയും സ്പെൻഡ് ചെയ്യാനൊന്നും എനിക്ക് മാനസികമായി പറ്റത്തില്ല. സോ അതൊക്കെ ചിന്നമ്മ തന്നെയാണ് ഡീൽ ചെയ്യുന്നത്. അങ്ങനെ പിള്ളേരെ നമ്മൾ അവിടെ നിന്ന് കളിപ്പിച്ചു. അവരത്യാവശ്യം നന്നായിട്ട് അർമാദിച്ചു കേട്ടോ. നാട്ടിലെത്തിയ ഉടനെ എല്ലാ വീഡിയോസും അപ്പം ഇട്ട് ഭയങ്കര പങ്ക്ച്വൽ ആവണം എന്നൊക്കെ തീരുമാനിച്ചു. നാട്ടിൽ പോയി പിന്നെ ഒറ്റ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അതൊന്ന് എഡിറ്റ് ചെയ്യാനോ വോയിസ് ഓവർ ചെയ്യാനോ ഒന്നും ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല. അവിടെ ഉള്ള സമയത്ത് നമ്മൾ അവിടുത്തെ ആ ഒരു പ്രസൻറ്റിൽ ജീവിക്കുകയാണല്ലോ, നമ്മൾ എൻജോയ് ചെയ്യും. അങ്ങനെയായിരുന്നു. അപ്പം നമ്മൾ തിരിച്ചു വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ വീട്ടിലേക്ക് ബാക്ക് ടു നോർമൽ ആവാൻ ഒരുപാട് സമയമെടുത്തു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചു എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞ് എല്ലാം സെറ്റിൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. സെറ്റിൽ ചെയ്ത് ഞാൻ ഫസ്റ്റ് വീഡിയോ വെച്ച് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും ഇവിടെ വാറും കുറച്ച് ഇഷ്യൂസൊക്കെ ആയി. സ്റ്റിൽ ഗോയിങ് ഓൺ ആണ്. പക്ഷെ നമ്മളങ്ങനെ ഇടാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ മൂവ് ഓൺ ചെയ്യണം. വരുന്നത് ഇൻഷാ അല്ലാ വരുന്നിടത്ത് വെച്ച് കാണണം. ആർക്കും കുഴപ്പമില്ലാതെ ഇഷ്യൂസ് ഇല്ലാതെ തീരുമെന്ന് വിചാരിക്കണം ഇൻഷാ അല്ലാ. അങ്ങനെ നമ്മൾ കളിയൊക്കെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഫിനിഷായി. അത്യാവശ്യം എല്ലാവരും ടയേർഡായി. ഇനി നമ്മൾ വേഗം ഓൾമോസ്റ്റ് എല്ലാം ക്ലോസ് ചെയ്തിട്ട് തിരിച്ച് പോകണമെന്ന് വിചാരിക്കണു. കാര്യം കുഞ്ഞു ചെറുതുകൾ നമ്മളത്ര വലിയ കോപ്പറേറ്റ് ചെയ്യുന്നില്ല ലേറ്റ് ആവും തോറും. ഇതെല്ലാം അത്താപ്പ് കളിച്ചുണ്ടാക്കിയ പോയിൻറ്റ്സാണ്. അത് കഴിഞ്ഞ് ഹെയ്സു ആണ് ഓൺ ദ ഫ്ലോർ കയറിയിട്ടുള്ളത്. അത്താപ്പിന് നാക്ക് അറിയാവുന്നതുകൊണ്ട് അത്യാവശ്യം പോയിൻറ്റ്സ് കിട്ടി. ഹെയ്സു പിന്നെ കുറുമ്പ് കാട്ടുന്ന ഒരു ആവേശം ബാക്കിയുള്ള കാര്യത്തിലൊന്നുമില്ല. അവൾ കുറച്ച് ടൈം സ്പെൻഡ് ആയപ്പോഴേക്കും അവൾക്ക് ടയർഡായി. അവൾ പിന്നെ നിർത്തി. കാര്യം അത്യാവശ്യം എനർജി ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ലോസ്റ്റായി പോയിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരിക്ക്. സോ ആൾക്ക് പോയിൻറ്റ്സ് കുറച്ചേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ആൾ ഫസ്റ്റ് ടൈമാണ്. ഇതാപ്പോൾ പ്രീവിയസ്ലി ഇങ്ങനെ കളിച്ച് ശീലമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് അവരുടെ കളികളുടെ വിശേഷങ്ങൾ. ഇൻഷാ അല്ലാ ഇനി അപ്ഡേറ്റ് ചെയ്തിട്ട് വീഡിയോസ് എപ്പോഴും ഇടണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ കളിയുടെ അവസാനം ഒരു കുതിരസവാരിയും കൂടി കഴിഞ്ഞ് നമ്മൾ കളിക്കൊരു ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ്. ജസ്റ്റ് എന്തെങ്കിലും ഒരു സ്നാക്സും കഴിച്ച് നമ്മൾ പോകാനുള്ളൊരു പ്രിപ്പറേഷനാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഡേ ആയിട്ടേ ഉള്ളൂ. ആൾക്ക് കുറച്ച് പേർക്ക് ഡ്രസ്സ് കിട്ടിയിട്ടുള്ളൂ. ഇനി റിമൈനിങ് ബാക്കി എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാനൊക്കെ ഉണ്ട്. സോ അത്രയൊക്കെയുള്ള വിശേഷം. അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.